ഈ 2025 തുടങ്ങിയിട്ട് വെറും 2 മാസം. ഈ 2 മാസത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് എത്ര ദാരുണമായ കൊലപാതകങ്ങളും ആത്മഹത്യകളുമാണ്. 2 ദിവസമായി മനസ്സിനെ ഏറ്റവും അധികം അലട്ടുന്നതും അതുപോലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവും അതുപോലെ താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന്റെ കൊലപാതകവുമാണ്. ഇന്ന് തുടങ്ങുന്ന SSLC പരീക്ഷ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പോയി എഴുതേണ്ട കുട്ടിയായിരുന്നു ഷഹബാസ്. എന്നാലോ അവനെ ഇല്ലാതാക്കിയ പ്രതികൾക്ക് ഇന്ന് പരീക്ഷ എഴുതാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ കൊലപാതകം ഒരു തെറ്റേ അല്ല എന്ന് തോന്നിപ്പോകുന്ന നിയമ സംവിധാനങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോടുള്ള ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ സെന്ററിൽ വെച്ചിട്ട് പ്രതികൾക്ക് പരീക്ഷ എഴുതാം എന്നുള്ള നടപടി എത്രത്തോളം ശരിയാണ്? കേസ് തെളിയിക്കപ്പെടും മുൻപ് പ്രതികൾക്ക് പരീക്ഷ എഴുതാമെന്നുള്ള ഒരു തീരുമാനം ശരിയാണോ? ഇവന്മാരൊക്കെ പരീക്ഷ എഴുതി വിജയശ്രീ ലാളിതന്മാരായി വന്നിട്ട് എന്ത് നേട്ടം? സമൂഹത്തിന് തന്നെ വിപത്തുണ്ടാക്കുന്ന ഇത്തരം പാഴുകളെ, അതായത് വേസ്റ്റുകളെ എന്തിനാണ് നിയമം സംരക്ഷിക്കുന്നത്? ഈ സംരക്ഷണമാണ് കേരളത്തിൽ വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്. പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വൻ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പ്രതികൾക്കെതിരെ രംഗത്ത് വരാതെ മാറി നിൽക്കുന്ന പാർട്ടിയുടെ താല്പര്യപ്രകാരമാണോ ഈ സംരക്ഷണമെന്നും സംശയമുണ്ട്. കൊലപാതകം ചെയ്തിട്ട് വന്നാൽ പരീക്ഷ എഴുതാം. പക്ഷെ പരീക്ഷാ ഹാളിൽ കയ്യിൽ മൊബൈൽ വെച്ചതിനോ കോപ്പി അടിക്കാൻ ശ്രമിച്ചതിനോ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഇല്ലാതെ വന്നതിനോ എക്സാം ഹാളിന്റെ പുറത്താക്കപ്പെടുകയും ചെയ്യും. വെറും 15 വയസ്സ് പ്രായമുള്ളവരാണ് സമപ്രായക്കാരനായ വിദ്യാർത്ഥിയെ തലങ്ങും വിലങ്ങും അടിച്ച് പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞത്. പക്ഷെ ഇതൊന്നും ഒരു രീതിയിലും അവരെ ബാധിക്കില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.